നല്ലൊരു മഴയത്ത് നല്ലൊരു ചായയും കുടിച്ച് ചൂടോടുകൂടി ഒരു ചായയും കുടിച്ച് അവിടെ ഇരിക്കാനേ തോന്നുള്ളൂ, പണിയെടുക്കാനേ തോന്നില്ല. പക്ഷെ പണിയെടുക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അടുക്കളയിൽ കുറേ പണിയുണ്ട്. അപ്പോൾ പിന്നെ സാമ്പാർ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കാൻ ചൂടാന്നോർത്ത് രാവിലെ തന്നെ ദോശ ഉണ്ടാക്കി വെച്ചു. ചൂടോടുകൂടി ദോശ അങ്ങോട്ട് കഴിച്ച്. പിന്നെ ചായക്ക് പകരം ഞാൻ പാലാണ് കുടിച്ചത്. കൊച്ചിനും ഇവിടെ പാല് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോംപ്ലാൻ ഇട്ട് ഞാനും ഒരു ഗ്ലാസ് കുടിച്ച്. വലിയ ടേസ്റ്റും തോന്നിയില്ല, എന്നാലും ഒപ്പിച്ചെടുത്ത്. അത് കഴിഞ്ഞ് കടയിൽ നിന്ന് എനിക്കൊരു കൊച്ച് ചക്ക വരട്ടിയത് തന്നു. അപ്പോൾ പിന്നെ ഞാൻ അതങ്ങോട്ട് വേഗം ചക്കട ഉണ്ടാക്കാമെന്ന് ഓർത്ത്. കുറേ ദിവസമായി ഇവിടെ മോളോട് ചക്കട കഴിക്കണമെന്ന്. ചക്ക കിട്ടിയാലും ഞാനിവിടെ ഉണ്ടാക്കാൻ മടി ചെയ്തുകൊണ്ട് ഞാനത് ഉണ്ടാക്കാറില്ല. അപ്പോൾ പിന്നെ കിട്ടിയത് മുന്നിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി വെച്ച് ചക്ക വരട്ടിയത് കിട്ടുമ്പോൾ പിന്നെ അത് നേരെ അത് ഉണ്ടാക്കാനല്ലേ പറ്റുള്ളൂ, കളയാൻ പറ്റൂലല്ലോ. അങ്ങനെ കുറച്ച് വാഴയിലൊക്കെ എടുത്ത് നേരെ അതിലേക്ക് കുറച്ച് ചക്ക വരട്ടിയിലേക്ക് കുറച്ച് റേവയും അതിലേക്ക് കുറച്ച് ഏലക്കയും ചുക്കുപൊടിയും ഇട്ട് അങ്ങോട്ട് കുഴച്ച് അങ്ങ് എടുത്ത്, എന്നിട്ട് പിന്നെ നേരെ ഇലയിലേക്ക് പരത്തി അങ്ങോട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് ആവിയേറ്റാൻ വെച്ചു. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അച്ചിങ്ങ മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അച്ചിങ്ങ വാട്ടിയെടുക്കാമെന്ന് ഓർത്തുകൊണ്ട് അതങ്ങ് മെഴുക്കുരട്ടി വെച്ച്. പിന്നെ ഉച്ചക്കത്തേക്ക് അച്ചിങ്ങയും സാമ്പാറും എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് പിടിപിടിച്ച്. പിന്നെ ചൂടോടുകൂടി അങ്ങോട്ട് അത് വെയിറ്റ് ചെയ്യാൻ നിന്നില്ല, ആക്രാന്തത്തോടുകൂടി ചൂടോടുകൂടി അങ്ങോട്ട് അകത്തോട്ട് കയറ്റാനൊന്ന് ഓർത്ത് വേഗം അതങ്ങോട്ട് കഴിച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.